സഖാവ് VS ഉൾപ്പെടുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആദ്യ തലമുറ അവരാണ് ഇന്നും ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ ഘടകമായ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അസ്ഥിവാരമിട്ടത്. നമ്മളിന്ന് ഈ ഓർമ്മ ദിനത്തിൽ ഇത് സ്മരിക്കുന്നത് ഇന്നത്തെ വെല്ലുവിളികളെ നേരിടുന്നതിന് അവരുടെ അനുഭവങ്ങളും അവരുടെ ആവേശവും എല്ലാം ആവാഹിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആദ്യ തലമുറയിൽ നല്ല പങ്കാളുകൾ അന്നത്തെ ഉയർന്ന ഭൂവുടമസ്ഥന്മാരിൽ നിന്നും ഉയർന്ന ജാതികളിൽ നിന്നെല്ലാം വന്നിട്ടുള്ളവരാണ്. EMS സ്വയം വിശേഷിപ്പിക്കാറുള്ളത് പോലെ തൊഴിലാളി വർഗത്തിൻ്റെ ദത്തുപുത്രന്മാരായിട്ട് അവർ മാറുകയായിരുന്നു. എന്നാൽ ആലപ്പുഴയിലെ അനുഭവം ഈ പൊതുസ്ഥിതിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു. സഖാവ് MA ബേബി ദേശാഭിമാനിയിൽ എഴുതിയ അനുസ്മരണ കുറിപ്പിൽ 1947 അന്ന് സഖാവ് VS ജയിലിലാണ്. അന്ന് കിടങ്ങാമ്പറമ്പില് EMS നടത്തിയ പ്രസംഗത്തെ വിശദമായിട്ട് ഉദ്ധരിക്കുന്നുണ്ട്. EMS പറഞ്ഞു, ഞങ്ങളുടെയൊക്കെ അനുഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആലപ്പുഴയിലെ 98% നേതാക്കന്മാരും തൊഴിലാളി കുടുംബങ്ങളിൽ നിന്ന് വന്നവരാണ്. VSനെ പോലെ അത്തരത്തിൽ തൊഴിലാളി കുടുംബങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന് സഖാവ് VS കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറും കേരളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയായിട്ട് വളർന്നു. ഇതുപോലെ MP-മാര് MLA-മാര് ഇത്തരത്തിൽ നാടിൻ്റെ നേതാക്കന്മാരായിട്ട് എത്ര സാധാരണക്കാരായ തൊഴിലാളികളെ ആ പ്രസ്ഥാനം വളർത്തിയെടുത്തു. 3 കാര്യങ്ങളാണ് VSന്റെ തലമുറ കേരളത്തിൽ ചെയ്തു തീർത്തത്. ഒന്ന്, ജാതി വിവേചനത്തിനും അനാചാരങ്ങൾക്കും എല്ലാം എതിരായിട്ടുള്ള പോരാട്ടം. അതിലൂടെ അധിഷ്ഠിത സമുദായങ്ങളുടെ വലിയ അംഗീകാരമുള്ള നേതാക്കന്മാരായിട്ട് ആ തലമുറയിൽപ്പെട്ടവര് ഉയർന്നു വന്നു. കേരളത്തിലെ അനാചാരങ്ങള്, ജാതി മര്യാദകള് ഇതിലൊക്കെ പൊളിച്ചെടുത്ത് നടത്തിയതിന്റെ ഫലമായിട്ട് ഇന്ന് ജാതി വിവേചനം ഏറ്റവും കുറവ് നിൽക്കുന്ന സംസ്ഥാനമായിട്ട് കേരളം മാറി. രണ്ടാമത്തത്, ഇതിലൊതുങ്ങിയില്ല. ജാതിക്കും മതത്തിനുമെല്ലാം അതീതമായിട്ട് തൊഴിലാളികളെ, കൃഷിക്കാരെ അവരുടെ വർഗ സംഘടനകളിൽ സംഘടിപ്പിക്കാം, അതിന് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുക. അത്തരത്തിൽ നോക്കുമ്പോൾ സഖാവ് VSന്റെ കേരളത്തിലെ പ്രസ്ഥാനത്തിനുള്ള ഏറ്റവും വലിയ സംഭാവന എന്തെന്ന് ചോദിച്ചാൽ, ഇന്നും നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ സാമൂഹ്യ അടിത്തറ എന്ന് പറയുന്നത് കേരളത്തിലെ കൃഷിക്കാര് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇടത്തരക്കാരല്ല ഒരിക്കലും. കേരളത്തിലെ ഏറ്റവും പാവപ്പെട്ട കർഷക തൊഴിലാളികള്, പരമ്പരാഗത വ്യവസായ തൊഴിലാളികള്, കൂലിവേലക്കാര്, ഇത്തരത്തിലുള്ള
പാവപ്പെട്ടവരെ അവരുടെ സംഘടിപ്പിച്ച് കേരളത്തിലെ പ്രസ്ഥാനത്തിൻ്റെ അടിത്തറയാക്കി അവരെ മാറ്റി എന്നുള്ളതാണ്. അതില് തൻ്റെ രാഷ്ട്രീയ പ്രവർത്തന തുടക്കം മുതൽ VS കർഷക തൊഴിലാളി പ്രസ്ഥാനം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്തിട്ടുള്ള സംഭാവനകൾ അത് പകരം വെക്കാൻ, ഒപ്പം വെക്കാൻ മറ്റൊരാളെ കേരളത്തിൽ കാണാനാവില്ല. ഒരുപക്ഷെ ആദ്യത്തെ VS പ്രവർത്തനം എന്ന് പറയുന്നത് സ്വന്തം വീടിന് അടുത്തുള്ള കർഷക തൊഴിലാളി സമരത്തിൽ ഇടപെട്ടതായിരിക്കും. ഇതുകൊണ്ടായിരിക്കും കൃഷ്ണപിള്ള VS കുട്ടനാട്ടിൽ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുത്തത്. ഒരു പറ്റം കർഷക തൊഴിലാളികള് കുട്ടനാട്ടിൽ പ്രവർത്തനത്തിന് പോയത് ആദ്യത്തെ യൂണിയൻ ചെറുകായലിൽ രൂപം നൽകുമ്പോൾ VS ജോയിന്റ് സെക്രട്ടറിയാണ്, വൈദ്യസ് വൈദ്യൻ പ്രസിഡന്റ്, SK ദാസ് സെക്രട്ടറി. അന്ന് മുതൽ ഇന്ന് വരെ കേരളത്തിലെ കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ വളർച്ചയിലുള്ള പങ്ക്, നേതൃത്വപരമായ പങ്ക്, ഏറ്റവും വലിയ കുതിപ്പുണ്ടായതെന്ത്? 60കളില് കേരളം മുഴുവൻ കുടികിടപ്പ് സമരത്തിന്റെ ഭാഗമായിട്ട്, ഭൂമിക്ക് വേണ്ടിയുള്ള സമരത്തിന്റെ ഭാഗമായിട്ട് കർഷക തൊഴിലാളി പ്രസ്ഥാനത്തെ വ്യാപിപ്പിച്ചപ്പോ അതിന്റെ നേതൃത്വത്തില് VS ഉണ്ടായിരുന്നു. അപ്പോ രണ്ടാമത്തെ സംഭാവന എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഈ വർഗ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിയതാണ്. മൂന്നാമത്തത്, അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ പ്രസ്ഥാനങ്ങളെ കേരളത്തിലെ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുൻപന്തിയിൽ കൊണ്ടുവന്നു. ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങൾക്ക് നേടാൻ കഴിയാവുന്ന EMSും AKGയും കൃഷ്ണപിള്ള സഖാവിനോടൊപ്പം പോലെ തന്നെ നമ്മുടെ ആലപ്പുഴയിലെ തൊഴിലാളി സഹാക്കളും VSും എല്ലാവരും കൂടി ചെയ്തു. എന്താ മുൻപന്തി വരാന്ന് പറഞ്ഞാൽ, കേരളത്തിലെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള അധ്യായം അത് പുന്നപ്ര വയലാറാണ്. 500 പേരാണ് കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്. ജാലിയൻ ബാഗ് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ആളുകളെ രക്തസാക്ഷിയായിട്ടുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ്. അതിന്റെ ഫലമായിട്ട് മറ്റൊരു പാർട്ടിക്കും അവകാശപ്പെടാനില്ലാത്തൊരു സ്ഥാനം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനുണ്ടായി. അതുകൊണ്ടാണ് 1946 ഒരുപക്ഷെ തിരുവിതാംകൂറിൽ 1%, 2% പിന്തുണയുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 10 വർഷം കഴിയുന്നതിന് മുമ്പ് 1956 30% പിന്തുണയോടുകൂടി അധികാരത്തിൽ വരാൻ കഴിഞ്ഞത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വത്തിലേക്ക് ഉയർത്തി. ഇത്തരത്തിൽ കേരളത്തിലെ സുപ്രധാനമായ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ശക്തിയായിട്ട്, മേധാശക്തിയായിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. ഇന്ന് നമ്മള് ഈ ഓർമ്മ ദിനത്തില് VSനെ അനുസ്മരിക്കുമ്പോൾ ഈ വളർച്ചയുടെ തുടർച്ചയിൽ ഉണ്ടായിരിക്കുന്ന വലിയൊരു തിരിച്ചടിയുടെ പടവിൽ നിന്നുകൊണ്ടാണ് ഓർക്കുന്നത്. അതാണ് ഈ ഓർമ്മദിനത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. കേരളത്തില് കഴിഞ്ഞ ഒരു 2 ദശാബ്ദ കാലത്തിനിടയിൽ വന്നു ചേർന്നിട്ടുള്ള മാറ്റങ്ങൾ ചെറുതല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് കർഷക തൊഴിലാളിയും നാട്ടിൻപുറത്തെ കൂലിവേലക്കാരും പാവങ്ങളുമാണെന്നാണ്. കഴിഞ്ഞ 2-3 ദശാബ്ദത്തിനിടയിൽ ഈ വർഗങ്ങൾക്ക് എന്ത് സംഭവിച്ചു? 1991 അല്ലെങ്കിൽ 81 കേരളത്തിലെ ജനസംഖ്യയുടെ 25% കർഷക തൊഴിലാളികളാണ്.
ഇത്തവണത്തെ സെൻസസ് വരട്ടെ 10% നമ്മുടെ ഏറ്റവും വലിയ അടിത്തറയിൽ വരുന്നൊരു മാറ്റമാണ് ആലപ്പുഴയിലെ പ്രസ്ഥാനം, കയറിന്റെ പ്രസ്ഥാനമല്ല. ഇതുപോലെ ബീഡി, കശുവണ്ടി, ഈ വ്യവസായ മേഖലയിലെ തൊഴിലാളികൾ വർഗത്തിന് എന്ത് സംഭവിക്കുന്നു? ആലപ്പുഴയെക്കുറിച്ച് ഞാനിപ്പോൾ എഴുതുന്ന പുസ്തകത്തിന്റെ പേര് റൈസ് ആൻഡ് ഡിക്ലൈൻ ഓഫ് ആലപ്പി വർക്കിംഗ് ക്ലാസ് എന്നുള്ളതാണ്. ഉയർച്ചയും താഴ്ചയും അന്നത്തെ തൊഴിലാളി വർഗം എന്തുണ്ടാവും. ഈ സാമൂഹ്യ ഘടനയിൽ വരുന്ന മാറ്റം ഇത്തരത്തിൽ നമ്മുടെ പരമ്പരാഗത അടിത്തറയിൽ എണ്ണത്തിൽ വർധനയുള്ളത് നിർമ്മാണ തൊഴിലാളികൾ മാത്രം. ഇതിനർത്ഥം തൊഴിലാളി വർഗം അവസാനിച്ചെന്നല്ല. IT മേഖലയിൽ വരുന്നുണ്ട്, നമ്മുടെ ഗിഗ് മേഖലയിൽ വരുന്നുണ്ട്, ഒട്ടനവധി ചെറുകിട വ്യവസായങ്ങളുണ്ട്. പക്ഷേ അവിടെ സംഘടിതരല്ല. അതേസമയം VS-ന്റെ ഒക്കെ പുഷ്കലകാലത്ത് ഒരു 10% ഇടത്തരക്കാര്, അവരുടെ എണ്ണം ഇരട്ടിയായി. അവരുടെ നമ്മുടെ സ്വാധീനമില്ല. ഞാൻ ഇതിന്റെ ഉത്തരം പറയാനല്ല ശ്രമിക്കുന്നത്. ഞാൻ പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ സാമൂഹ്യ അടിത്തറ അടിമുടി മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ മേഖലകളിലേക്ക് പ്രസ്ഥാനം കടന്നു ചെല്ലണം. അത് പഴയതിൻ്റെ ആവർത്തനമാവാൻ പറ്റില്ലെന്ന്. നമ്മുടെ ഈ ഓർമ്മ ദിനത്തിന്റെ തലേന്നല്ലേ ഡൽഹിയില് ചുരുങ്ങിയ ഒരു 50,000 കുട്ടികൾ ആരെങ്കിലും കൊണ്ടുവന്നതാ കൂട്ടി? ആരെങ്കിലും അടവുകൾ ശീലിപ്പിച്ച് പോലീസ് ഇങ്ങനെ നേരിടണം എന്ന് പറയുന്നതായിട്ടാ? നിങ്ങൾ 1 മണിക്കൂർ നേരം അതിൽ വരുന്ന റീൽസ് മുഴുവൻ കാണുന്നു. എങ്ങനെയാണ് തലമുറ ആവേശം കൊണ്ടുവരുന്നത് നാട്ടിന്റെ എല്ലാ ഭാഗത്തു നിന്നും? എന്തുകൊണ്ട് നമ്മൾ കൈകെട്ടുമ്പോ അതുപോലെ വരുന്നില്ല? എന്തുകൊണ്ടാ ഇവിടെ വേണ്ടത്ര ഇല്ലാത്തത്? ഈ സദസ്സിൽ പോലും ഗൗരവമായിട്ട് ആലോചിക്കണമെന്ന്. VS-ന്റെ സംസാരത്തെക്കുറിച്ച് പലരും പറയും. VS തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്റെ മുന്നിലിരിക്കുന്ന കർഷക തൊഴിലാളികളോട് ഈ അച്ചടി ഭാഷയെ സംസാരിച്ച പോരാ, അവരോട് സംസാരിക്കാൻ ശീലിച്ച ഈ ശൈലി വന്ന് ഇന്ന് ഈ വാമൊഴി സംസാരം തന്നെ പോയിരിക്കണമെന്ന്. വരമൊഴി വായന തന്നെ പുറത്താണ്, ഡിജിറ്റലാണെന്ന്. വടക്കേ ഇന്ത്യയിൽ ഈ വർഷം ചുരുങ്ങിയത് 500 ഫാക്ടറികളിൽ പണിമുടക്ക് കിടന്നു. ഏതെങ്കിലും കേന്ദ്രീകൃതമായിട്ടുള്ള ആഹ്വാനത്തിന്റെ അടിസ്ഥാനത്തിലല്ല, ഡിജിറ്റൽ ഓർഗനൈസിങ്. ഇപ്പൊ എങ്ങനെയാണ് ഈ മാറിയ കാലത്തിനനുസരിച്ച് പുതിയ വിഭാഗങ്ങളിലേക്ക് കടന്നു ചെല്ലേണ്ടത് എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. VS-ന്റെ തലമുറയുടെയൊക്കെ കാലത്ത് മരണത്തിന്റെ 1-ാം വാർഷികത്തിലാണെങ്കിൽ പോലും നമ്മൾ നോക്കുമ്പോൾ അവര് കേരളത്തില് ഒരു വലിയ അധീശത്വം, മേധാവിത്വം എന്ന് പറഞ്ഞാൽ കുറച്ച് കനത്തു പോകും. അംഗീകാരം നേടിയെടുത്തിരുന്നത് കലയിലായാലും എവിടെയായാലും ഇന്നതുണ്ടാ. ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. നമ്മുടെ അമ്പലപ്പറമ്പുകള്, അവിടെയായിരുന്നില്ലേ സാംബശിവന്റെ കഥാപ്രസംഗം? അവിടെയായിരുന്നില്ലേ KPSC-യുടെ നാടകങ്ങള്? ഏതെങ്കിലും ദേവനോ ഭക്തർക്കോ ആർക്കെങ്കിലും അലവസരം ഉണ്ടായോ? എന്നാൽ ഇന്ന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അരോഷി അദ്ദേഹത്തിന്റെ പാട്ടുകച്ചേരിക്കിടയിൽ 100 പൂക്കളെ ഒന്ന് പാടിയതിന് കോടതിക്ക് അലോസരം ചോദിക്കുന്നത്. ഇതാണ് കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തില് വന്നിരിക്കുന്ന മാറ്റം, ഈ പൊതുബോധത്തിൽ വന്നിരിക്കുന്ന മാറ്റം.
ഇതെങ്ങനെ മറികടക്കാം? ഈ പോരാട്ടം എങ്ങനെ ഈ മേഖലകളിൽ കൊണ്ടുവരാം? ഇന്നത്തെ UDF സർക്കാർ ഒരു മാസം കൊണ്ട് തന്നെ ജനങ്ങളെ വിറപ്പിച്ചു കഴിഞ്ഞു. അഴിമതികൾ മാത്രം. വരാൻ പോണ അഴിമതികളുടെ സൂചനയല്ലേ മിഷൻ സമുദ്ര? ഇനിയിപ്പോ കേരളത്തെ തുറമുഖങ്ങൾ വഴിയാ വികസിപ്പിക്കാൻ പോണേ. എങ്ങനെ? ഉമ്മൻചാണ്ടി അദാനിയുമായിട്ടുണ്ടാക്കിയ കരാറ് പോലെ. ESI കാര്യങ്ങളില് വളരെ കൃത്യമായ നിലപാടെടുത്തെന്ന്. അദാനി വേണ്ടി വന്നേക്കാം, കാരണം പോർട്ട് നടത്താൻ നമുക്ക് കഴിയത്തില്ല. പക്ഷെ VS പറഞ്ഞത് നമ്മൾ വായ്പ എടുത്ത് പോർട്ട് പണിയും, എന്നിട്ട് പോർട്ട് നടത്താൻ വേണ്ടി ടെൻഡർ വിളിക്കും. അദാനിക്കും പങ്കെടുക്കാം, പക്ഷെ പറയണം 1-ാം വർഷം മുതൽ ലാഭത്തിൽ എന്ത് പങ്ക് തരും? ഞങ്ങൾ പണിത പോർട്ടാ. എന്താ ഉമ്മൻചാണ്ടി ചെയ്തത്? പോർട്ട് പണിയാനുള്ള പൈസ കേരളം കൊടുക്കും, അദാനി പണിയും, അദാനി നടത്തും. 30 വർഷത്തെക്കുറിച്ച് ഇല്ലിക്കാശ് തരത്തില്ല. അതിനിടയിൽ എന്താ ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ? അദാനി 2500 കോടി മുടക്കിയിട്ടില്ല, മുടക്കൂന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. ആ 2500 കോടി മാത്രം മുടക്കാൻ പോണ അദാനിയുടെ ഷെയറിന്റെ പാതി വിറ്റപ്പോ 13,000 കോടി. 10 വർഷം കൊണ്ടേ 25,000 കോടി ആകാശത്തുനിന്ന് മഞ്ഞ വീണ പോലെ വീണ് കിട്ടിയിരിക്കുക. ഇതാണ് കൊള്ള. ഈ കൊള്ളയായിട്ട് നമ്മുടെ തീരപ്രദേശത്ത് ഇറങ്ങിയാൽ അനുവദിക്കോ? പറ്റില്ല. നമ്മൾ എതിർക്കും, ചെറുക്കും. അതിന്റെ പോരാട്ടങ്ങള് നമ്മുടെ നാട്ടിൽ ഉയർന്നു വരാൻ പോവുകയാണ്. സുരക്ഷാ സഹായം 10 ലക്ഷം പേർക്കല്ലേ കിട്ടിക്കൊണ്ടിരുന്നു വേണ്ടെന്ന് വെച്ചിരിക്കുന്നത്. നാട് പൊട്ടിത്തെറിക്കണ്ടെന്ന്. ഈ UDF സമരത്തിന് നേരെ സമരം എന്ന് പറയുന്നത് ഒരു സംശയം വേണ്ട, സമ്മതിക്കില്ല. അല്ല, നമുക്ക് വെറുതെ ഇരിക്കാൻ അവർ സമ്മതിക്കത്തില്ല കേട്ടോ, ജനവും സമ്മതിക്കത്തില്ല. അങ്ങനെയുള്ള പോരാട്ടങ്ങളുടെ നാടുകള് എങ്ങനെയാണ് പോരാടുക? പ്രതിപക്ഷത്തിരുന്ന് VS നമ്മളെ കാണിച്ചു തന്നത്. പക്ഷെ അന്നൊക്കെ ഒരു വ്യത്യാസമുണ്ട് കേട്ടോ. അന്ന് UDF അസംതൃപ്തരായാൽ ഉറപ്പ് ഇപ്പുറത്തോട്ട് പോരും. നമ്മൾ ഭരിക്കുമ്പോ നമ്മോട് എന്തെങ്കിലും ഗർവ് തോന്നിയാലോ അപ്പുറത്തേക്ക് വരും. ഇനി അങ്ങനെ ആവണമെന്നില്ല. ഡൽഹിയില് അവര് ഭരിച്ചുകൊണ്ടിരിക്കുക BJP. ഇനി അടുത്ത കാലത്തൊന്നും അവിടെ നിന്ന് മാറില്ല എന്നുറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഭരണഘടന ഭേദഗതി ചെയ്യാൻ ഹോൾസെയിലായിട്ട് MP-മാര് വാങ്ങിക്കൊണ്ടിരിക്കുക. കഷ്ടിച്ച് ഭൂരിപക്ഷം നേടിയ BJP കാശ് കൊടുത്ത് 3/2 ഭൂരിപക്ഷം ഉണ്ടാക്കി. എന്തിനാ? ഭരണഘടന മാറ്റിയിട്ടെ ഡീലിമിറ്റേഷൻ നടത്തി. എന്ത് വന്നാലും ഇന്ത്യ ഭരണം അവരുടെ കയ്യിൽ നിന്ന് പുറത്തു പോകില്ലെന്ന് ഉറപ്പുവരുത്താൻ, ഫാസിസ്റ്റ് ഭരണകൂടം ഇന്ത്യയെ സ്ഥാപിക്കാൻ. അങ്ങനെ ഒരു ഭരണം അവിടെ നിൽക്കുമ്പോ ഇവിടെ 3 സീറ്റ് നിയമസഭയിൽ ആദ്യമായി ചേടിക്കുന്ന BJP അവരുയർത്തുന്ന വെല്ലുവിളിയുണ്ട്. ഈ അതൃപ്തി അങ്ങോട്ടല്ല, നമ്മോടൊപ്പം വരണം. അതിനു വേണ്ടിയിട്ട് ഈ BJPക്കെതിരായിട്ട് എങ്ങനെയാണ് നമ്മുടെ പോരാട്ടം കൊണ്ടുപോവുക? കേരളത്തിൽ അവര് ശ്രമിക്കുന്നത് സാമുദായിക സംഘടനകള്, ശക്തികള് സാമുദായികമായി ഭിന്നിപ്പിച്ച് വർഗീയമായി ഏകോപിപ്പിക്കാനാണ്. VSന്റെ കാലത്ത് നടന്നിട്ടില്ലല്ലോ. ഒരു മടിയില്ലാതെ സമുദായ നേതാക്കന്മാരുടെ വീടിന്റെ മുന്നിൽ മൈക്ക് കെട്ടി വെല്ലുവിളിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ ഭൂമികൾക്ക് ഒന്നും ഉണ്ടായില്ലല്ലോ. അപ്പോ ഈ കാര്യങ്ങള് നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. വരാൻ പോണ പോരാട്ടങ്ങൾക്ക് അതിന് ഊർജം പകരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ദിനാചരണം നടത്തുന്നത്. ഇന്ന് ജില്ലയില് വൈകുന്നേരം
എല്ലാ ഏരിയ കേന്ദ്രങ്ങളിലും പൊതുയോഗങ്ങൾ. ഇന്ന് വൈകുന്നേരം ആലപ്പുഴ വെച്ച് 3 ഏരിയ കേന്ദ്രീകരിച്ചുള്ള പൊതുയോഗങ്ങൾ. ഇന്ന് ഈ ഒരു ദിവസം കൊണ്ട് നിർത്തേണ്ടതല്ല ഈ ഒരു ദിവസത്തിന്റെ സന്ദേശം, മറിച്ച് 2029 കേരളം തിരിച്ചു പിടിക്കാനുള്ള നമ്മുടെ മുന്നേറ്റത്തിന്റെ തുടക്കമായിട്ട് ഈ ദിനാചരണം മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും.